Hello guys, welcome back to my YouTube channel. Welcome to episode number 2 of Let's Talk About. ഇന്നത്തെ നമ്മുടെ വിഷയമാണ് IBS ഇറിറ്റേറ്റബിൾ ബവൽ സിൻഡ്രോം. ഇറിറ്റേറ്റബിൾ ബവൽ സിൻഡ്രോം പേര് പോലെ തന്നെ ഇതൊരു സിൻഡ്രോം ആണ്, ഡിസീസ് അല്ല. ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു അസുഖമാണ്, പക്ഷെ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസ്ഥയാണ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് സംതിങ് ഐ നെവർ ന്യൂ ലൈക്ക് ഇറ്റ്സ് എക്സിസ്റ്റഡ്. കാരണം ഐ നെവർ ന്യൂ അബൌട്ട് ഇറ്റ്. പക്ഷെ എനിക്ക് ഐ ഹാവ് IBS ആൻഡ് എനിക്കിത് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് നമ്മുടെ എപ്പിസോഡ് 2-ൽ നമ്മൾ IBSനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. IBSന്റെ ഫുൾ ഫോം നമ്മൾ അറിഞ്ഞല്ലോ, ഇറിറ്റേറ്റബിൾ ബവൽ സിൻഡ്രോം. ഓക്കെ, ഞാൻ ഈ സീരീസിൽ മെയിനായിട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. അപ്പം ഇത് എൻ്റെ IBS ജേർണിയാണ്. ഓക്കെ, മൈ IBS ജേർണിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം കഥയിലേക്ക് കടക്കുമ്പം ലിറ്റിൽ ബിറ്റ് ബാക്ക്ഗ്രൗണ്ട് അബൌട്ട് മീ. ഞാൻ കുഞ്ഞുനാള് തൊട്ടേ ബസ്സിൽ കയറിയ ഛർദ്ദിക്കുന്ന ഒരാളാണ്. അത് നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. അപ്പം എനിക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ള ഒരാളാണ് ഞാൻ. അതായത് ഞാൻ പണ്ട് ബസ്സിൽ കയറുമ്പം എപ്പോഴും ഛർദ്ദിച്ചിരുന്നു. പക്ഷെ അപ്പം എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്താ സംഭവം എന്ന്. പിന്നെ ഞാൻ ലേറ്റർ ഒരു +1 +2 ഒക്കെ ആയപ്പം ഐ റിയലൈസ് ഇറ്റ് വാസ് മോഷൻ സിക്നസ്. ഓക്കെ, ലേറ്റർ ഓൺ ഞാൻ ഇവിടേക്ക് വന്ന് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാനൊക്കെ തുടങ്ങിയപ്പം, ഞാൻ ഈ ബസ്സിൽ ട്രാവൽ ചെയ്യണതൊക്കെ ഹാൻഡിൽ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു പാർട്ട് ഓഫ് ഗ്യാസ് ഇഷ്യൂ ഇതിനെ ലൈക്ക് അതിലൊരു പാർട്ട് എൻ്റെ ഗ്യാസ് ട്രബിളും ഇതിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ റിയലൈസ് ചെയ്തു. ഓക്കെ, അപ്പം ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് എനിക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടായിരുന്നു കുഞ്ഞുനാൾ തൊട്ട്. പറയാ, ഈ റെൻഡാക്ക് ഒരു ഗുളികയാണ്, ഗ്യാസിൻ്റെ ഗുളിക റെൻഡാക്ക്, അതൊക്കെ കഴിക്കുമായിരുന്നു എൻ്റെ അമ്മാമ്മയുടെ നിന്ന് വാങ്ങിച്ചിട്ട്. ആൻഡ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 10th എക്സാമിന് ഗ്യാസ് കയറിയിട്ട് എൻ്റെ സോഷ്യൽ സയൻസ് എക്സാമിന് എനിക്ക് ഗ്യാസ് കയറിയിട്ട് ഞാൻ സ്റ്റാഫ് റൂമിൽ പോയിട്ട് ഗ്യാസിൻ്റെ ഗുളിക വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടൊക്കെയാണ് എക്സാം എഴുതിയിരിക്കുന്നത്. അപ്പം ഗ്യാസ് ട്രബിൾ എനിക്ക് ചെറുപ്പം തൊട്ട് ഉള്ള ഒരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അപ്പാർട്ട് ഫ്രം ദിസ്. ഓക്കെ, അതായത് ഈ ബസ്സിൽ കയറണത്, ഛർദ്ദിക്കുന്നത്, ഈ ഗ്യാസ് ഇഷ്യൂ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞുനാളിൽ വലിയ കാര്യമായിട്ട് വേറെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്, അതല്ലാണ്ട് എനിക്ക് അസുഖങ്ങളായിട്ടൊന്നും വന്നിട്ടില്ല. ലൈക്ക് ഇപ്പം അങ്ങനെ വലിയ കാര്യമായിട്ട് അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ചൈൽഡ്ഹുഡ്. അതായത് ഐ വാസ് എന്താ പറയാ, ഫിസിക്കലി സ്ട്രോങ് ആണ് ഞാൻ ഭയങ്കര. ഇപ്പം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കൂടി ഐ എം സോ സ്ട്രോങ്, ഐ എം സോ ഇമ്മ്യൂൺ. ആകെയുള്ളൊരു വിഷയം ബസ്സിൽ കയറിയ ഛർദ്ദിക്കും ആൻഡ് ഈ ഗ്യാസ് ഇഷ്യൂ. ആൻഡ് അത് ഈ 10th കഴിഞ്ഞത് പിന്നെ +1 +2 ആയപ്പോഴേക്കും ഗ്യാസ് ഇഷ്യൂ അങ്ങനെ വന്നിട്ടുമില്ല. ഓക്കെ, അതായത് 10th വരെ എനിക്ക് ഗ്യാസ് ഇഷ്യൂസ് ലൈക്ക് എപ്പോഴെപ്പോഴേക്കോ ഉണ്ടാവും അങ്ങനെ. ആൻഡ് 11th 12th എനിക്ക് അങ്ങനെ ഗ്യാസ് ട്രബിൾ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആൻഡ് ദെൻ ഞാൻ ഡൽഹിയിലേക്ക് വന്നപ്പം ഒന്ന് മനസ്സിലാക്കാനായിട്ട്, എനിക്ക് ചെറുപ്പത്തിൽ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഛർദ്ദിക്കും, ചെറിയ ചെറിയ ഗ്യാസ് ട്രബിൾസ് ഉണ്ടായിരുന്നു 10th വരെ. 11th 12th അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഇവിടേക്ക് ആയിട്ടൊക്കെ എപ്പോഴെങ്കിലും ഒരു ഗ്യാസ് ട്രബിൾ ഉണ്ടെങ്കിലുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ കോളേജിലായി, ഫസ്റ്റ് ഇയറിലേക്ക് ഇവിടേക്ക് വന്നപ്പം നമ്മൾ സെൽഫ് കുക്കാണ്. ഓക്കെ, അപ്പം സെൽഫായിട്ട് കുക്ക് ചെയ്യുമ്പം ഫസ്റ്റ് ഇയറിൻ്റെ ഫസ്റ്റ് സെമിസ്റ്റർ ആയപ്പം ഐ തോട്ട് കുക്ക് ചെയ്യണത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, പഠിക്കാനുള്ള ഫോക്കസ് കുക്കിങ്ങിലേക്ക് പോകും. അപ്പം ഞാൻ എൻ്റെ അന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, ലൈക്ക് ഞാൻ ജീവിതം ഇങ്ങനെ നേരിട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഐ തോട്ട് കുക്കിംഗ് എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാണ്. അപ്പം ഞാൻ കുറേ ചിപ്സ് വാങ്ങിച്ചു വെച്ചു. എന്താണ് ഈ മാഡ് ആംഗിൾസിൻ്റെ ഒക്കെ ചിപ്സ് വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ ഈ എക്സാം കഴിയുന്നവരെ ഈ ചിപ്സ് മാത്രമേ കഴിക്കത്തുള്ളൂ ആൻഡ് ഞാൻ ഫുഡ് ഉണ്ടാക്കത്തില്ല എന്ന്. ഇറ്റ് വാസ് എ ഡംബസ്റ്റ് ഡിസിഷൻ. പക്ഷെ എനിക്ക് അപ്പം അറിയത്തില്ലായിരുന്നു. ആൻഡ് വാട്ട് ഹാപ്പൻഡ്, ഒരു ദിവസം ആ ചിപ്സ് കഴിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഐ കുഡിൻറ്റ് സർവൈവ്. കാരണം ഫുഡ് ഈസ് ദ എസെൻഷ്യൽ. ആൻഡ് എനിക്കപ്പോൾ മനസ്സിലായി ഫുഡിൻ്റെ ഇമ്പോർട്ടൻസ്. എനിക്കപ്പോൾ മനസ്സിലായി ഫുഡ് ഇല്ലാണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ആൻഡ് ഐ സ്റ്റാർട്ടഡ് കുക്കിംഗ് അഗെയിൻ. ആൻഡ് അതിനുശേഷം എനിക്ക് മാഡ് ആംഗിൾസ് കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരും. കാരണം ഫുഡ് ഈസ് സച്ച് ആൻ ഇമ്പോർട്ടൻറ്റ് എന്താ പറയുക തിങ്. അതിനുശേഷം വാട്ട് ഹാപ്പൻ, ഞാൻ കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങി. പക്ഷെ എന്താ പറയുക, രാവിലത്തെ മീൽ സ്കിപ്പ് ചെയ്യുക ചില സമയങ്ങളിലൊക്കെ. പക്ഷെ എന്നാലും മിക്ക ദിവസങ്ങളിലും ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നു. എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ ഫുഡ് സ്കിപ്പ് ചെയ്യാറുണ്ട്. ഗ്യാസ് ഇഷ്യൂസ് എനിക്ക് അങ്ങനെ ഇടയ്ക്കൊക്കെ വരുമായിരുന്നു. ആൻഡ് ഞാൻ ടാബ്ലറ്റ് കഴിക്കും, പിന്നെ
അങ്ങനെ ഗ്യാസ് ഇഷ്യൂസ് അല്ല. ഈ ബസ്സിൽ പോകുമ്പോൾ ഞാൻ പിന്നെ ബസ്സിന് പോയി തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ കണ്ടുപിടിച്ചു എൻ്റെ ബോഡിയിൽ ഈ ബസ്സിന് പോകുമ്പം ഛർദ്ദിക്കാൻ വേണ്ട ഒരു മെയിൻ ഇഷ്യൂ ഗ്യാസ് ട്രബിൾ ആണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ആൻഡ് ഞാൻ എൻ്റെ ബോഡിനെ അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അത്രയ്ക്കും ഞാൻ എൻ്റെ ബോഡിനെ എന്താ പറയുക മനസ്സിലാക്കുന്നില്ല. ആൻഡ് ഐ ജസ്റ്റ് ഈ സിൻഡ്രോം വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ചും കൂടി കൂടുതൽ എൻ്റെ ബോഡിനെ മനസ്സിലാക്കിയത്. അപ്പോൾ അവിടേക്ക് ഞാൻ വരാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് ഇയറിലായപ്പോഴാണ് നമ്മുടെ മെയിൻ സംഭവം നടക്കുന്നത്. ഞാൻ സെക്കൻഡ് ഇയറിലായി. സെക്കൻഡ് ഇയറിന്റെ ഫസ്റ്റ് എന്താ പറയാ തേർഡ് സെം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വല്ല ജമ്മു കാശ്മീരിലൊക്കെ കറങ്ങാൻ പോവാന്നൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സ് കൂടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അപ്പോഴാണ് നമ്മുടെ പെഹൽഗാം അറ്റാക്ക് നടക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് ഞങ്ങൾ സെക്കൻഡ് ഇയറിന്റെ ലാസ്റ്റത്തെ ഈ മെയ് ജൂൺ ആ സമയമൊക്കെ നമ്മുടെ സെക്കൻഡ് ഇയറിന്റെ ലാസ്റ്റത്തെ എക്സാം, ഫോർത്ത് സെമ്മിന്റെ എക്സാം നടക്കുമ്പോൾ ആണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത്. ഓക്കെ, ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഇവിടെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ഇറ്റ്സ് റിയലി ബാഡ് സിറ്റുവേഷൻ. കാരണം നമുക്ക് എന്താ പറയാ അറിയില്ല, ലൈക്ക് എന്ത് വേണേലും സംഭവിക്കാം. ഇനിയിപ്പം എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടാവും. നമുക്ക് ലൈക്ക് ഞാനാണെങ്കിൽ ഓവർ തിങ്കിങ്ങിന്റെ ഒരു ഇതുമാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ലൈക്ക് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആയപ്പം അതാണ് മെയിനായിട്ട്. അതായത് വീട്ടിലേക്ക് പോകാൻ പറ്റുമോ, എന്തെങ്കിലും ബോംബിടോ, ഇനിയിപ്പം റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ റെയിൽവേ സ്റ്റേഷനിൽ ഏതെങ്കിലും തീവ്രവാദികൾ വന്നിട്ട് ബോംബിടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്തൊക്കെയോ ഞാൻ ചിന്തിച്ച് കൂട്ടി. ആൻഡ് ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനുകൾ അടച്ചു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റുമോ, എങ്ങനെ പോകും. അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ ജമ്മുവിലുള്ള സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിലും ഇവിടെ കേരള ഹൗസിലേക്ക് കൊണ്ടുവരുന്നത്. ആൻഡ് നമ്മൾ ന്യൂസ് കാണുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം വി ആർ ലൈക്ക് എന്താ പറയുക ഇവിടുന്ന് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയൊക്കെ ഭയങ്കര മ്യൂസിക് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്ക് എക്സാം ആയിരുന്നു. ഓക്കെ, ഞങ്ങളുടെ ഈ എക്സാമിന്റെ ടൈമിലാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടക്കുന്നത്. അപ്പം എക്സാമിന് പഠിക്കാനും പറ്റുന്നില്ല, വീട്ടിലേക്ക് പോകണോ. യൂണിവേഴ്സിറ്റി ആണെങ്കിൽ എക്സാം ക്യാൻസൽ ചെയ്യണില്ല. ഇപ്പം യൂണിവേഴ്സിറ്റി പറയണം ഓക്കെ നമ്മുടെ സ്റ്റേറ്റിന്റെ സിറ്റുവേഷൻ കാരണം കൊണ്ട് എക്സാം ക്യാൻസൽ ചെയ്ത് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഓക്കെ നമുക്ക് സമാധാനമായിട്ട് വീട്ടിലേക്ക് പോയിരുന്നു, എന്തെങ്കിലും ആവട്ടെ വെച്ചിട്ട്. ഇത് എക്സാമിന്റെ സമയമായതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോവാനും എന്താ പറയാ പറ്റുന്നില്ല. യൂണിവേഴ്സിറ്റി എക്സാം ക്യാൻസൽ ചെയ്യൊന്നുമില്ല, പഠിക്കാനും പറ്റുന്നില്ല, ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ആൻഡ് അത് കൂടാണ്ട് എൻ്റെ ഫാമിലിയിലും ഭയങ്കര ഇഷ്യൂസ് ഒക്കെ നടന്നിട്ട് എനിക്ക് ഫാമിലിൻ്റെയും ഭയങ്കര എന്താ പറയുക സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ പറയുന്നത് ഓക്കെ എനിക്ക് ഗ്യാസ് ട്രബിൾ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സും വന്നു. ഓക്കെ, ആൻഡ് ദെൻ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒന്നും കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി. അതായത് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. ആൻഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ പീരീഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര വേഴ്സ് ആയിട്ടുള്ള ഒരു പീരീഡ്സ് ആണ്. എനിക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ലൂസ് മോഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, അതിൻ്റെ കൂടെ ലൈക്ക് ഛർദിയൊക്കെ വരും. അപ്പം ഛർദി പിന്നെയും കുറവാണ്, പക്ഷെ ഈ കോൺസ്റ്റിപ്പേഷൻ ലൂസ് മോഷൻ എന്തായാലും ലൈക്ക് ഇപ്പം ഒരാഴ്ച ഞാനിങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ലൂസ് മോഷൻ ഒക്കെ ആയിട്ട് ഇപ്പം ഇന്ന് ലൂസ് മോഷൻ ആണെങ്കിൽ നാളെ കോൺസ്റ്റിപ്പേഷൻ, അത് കഴിഞ്ഞ് പിന്നെ ലൂസ് മോഷൻ പിന്നെ കോൺസ്റ്റിപ്പേഷൻ. അപ്പം ഞാൻ അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പീരീഡ്സ് ആവും. അപ്പം എനിക്ക് മനസ്സിലാവും ഈ ലൂസ് മോഷനും കോൺസ്റ്റിപ്പേഷനും ഒക്കെ ഉണ്ടായത് ഞാൻ പീരീഡ്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത് ബോഡി, എൻ്റെ ബോഡി അങ്ങനെയാണ് ഒരു ഇത് എന്താ പറയാ എൻ്റെ ബോഡി അങ്ങനെയാണ്. ഓക്കെ, അപ്പം അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ലൂസ് മോഷനും കോൺസ്റ്റിപ്പേഷനും ആയിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ പീരീഡ്സ് ആവാനായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എക്സാം ഉള്ള ഈ സമയത്ത് എനിക്ക് ഫുഡ് കഴിക്കുമ്പം എനിക്ക് ലൂസ് മോഷൻ ആവുന്നുണ്ട്, കോൺസ്റ്റിപ്പേഷൻ ആവുന്നുണ്ട്. ലൈക്ക് ലൂസ് മോഷൻ ആവും, പിറ്റേ ദിവസം കോൺസ്റ്റിപ്പേഷൻ ആവും. അപ്പം എനിക്ക് എൻ്റെ വിചാരം ഓക്കെ ഞാനിനി പീരീഡ്സ് ആയിട്ടായിരിക്കും, എനിക്ക് പീരീഡ്സ് കഴിഞ്ഞിട്ടാണോ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത്, എനിക്ക് പീരീഡ്സ് ആവാനായിട്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ വിചാരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് എക്സാമിന്റെ സമയത്ത് സിന്ദൂറിന് അവർ രണ്ടുപേരും കൂടിയിട്ട് സീസ് ഫയർ വിളിച്ചു. അതായത് അത് എന്താ പറയാ ഇതായി, അത് ഞങ്ങളുടെ എക്സാം ക്യാൻസൽ ആക്കിയില്ല. ആൻഡ് എക്സാം അറ്റൻഡ് ചെയ്യുക. ആ എക്സാം ആണെങ്കിലും വേഴ്സ് ആയിരുന്നു. കാരണം എനിക്ക് ഈ ഭയങ്കര ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല, വയറിളക്കം, കോൺസ്റ്റിപ്പേഷൻ, വയറിളക്കം ഇത് തന്നെ. ഓക്കെ, ഞാൻ എങ്ങനെയൊക്കെയോ എക്സാം കംപ്ലീറ്റ് ആക്കി
ഞാൻ എങ്ങനെയൊക്കെയോ ആ വ്ളോഗും എൻ്റെ ഇതിൽ കിടക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയൊക്കെയോ ട്രെയിൻ പിടിച്ചിട്ട് ആ വ്ളോഗിൽ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് വയ്യടാ, എനിക്ക് വയ്യ, എനിക്ക് വയറൊരു സുഖമില്ല, ഞാൻ ഛർദ്ദിച്ചു. ആൻഡ് എനിക്ക് ആ വ്ളോഗിൽ കാണാം, ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന ഒരു ചേട്ടനാണ് എനിക്ക് സ്പ്രൈറ്റ് വാങ്ങിച്ചത്. കാരണം ഞാൻ ഗ്യാസിൻ്റെ സിറ്റുവേഷൻസിൽ എനിക്ക് ഒട്ടും എനർജി ഇല്ലാണ്ടാവുമ്പോൾ എനിക്ക് ഒട്ടും ഭയങ്കര ക്ഷീണമായിപ്പോവും. അതാണ് വേറൊരു കാര്യം, നമുക്ക് അങ്ങ് ക്ഷീണമായിപ്പോവും. അപ്പം ഇത്രയും ക്ഷീണമായി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിലൊന്ന് സേഫായിട്ട് എത്തണ്ടേ. അപ്പം ഞാൻ ഈ കൊക്കക്കോള അല്ലെങ്കിൽ അങ്ങനെ കൊക്കക്കോളയാണ് ഞാൻ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനം. പക്ഷേ കൊക്കക്കോള കിട്ടിയില്ല. അപ്പം ആ ചേട്ടൻ സ്പ്രൈറ്റ് വാങ്ങിച്ചു തന്നു. ആ സ്പ്രൈറ്റ് കിട്ടിയപ്പം എനിക്കൊരു എന്താ പറയുക, ഒരു ജീവൻ വന്നു. ആൻഡ് ആ വ്ളോഗിൽ കാണുന്നുണ്ടാവും എനിക്ക് ആ ഒരു ചേട്ടൻ സ്പ്രൈറ്റ് വാങ്ങിച്ചത്. ആൻഡ് എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ എഴഞ്ഞു പിടിച്ച് എൻ്റെ വീട്ടിലെത്തി. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഞാൻ ഡോക്ടറെ കണ്ടില്ലായിരുന്നു ഈ ഒരു ലൂസ് മോഷൻ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന സമയത്ത്. ഞാൻ ഇവിടെ ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു, ഹോമിയോ ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഗുളിക കഴിച്ചിട്ടും വലിയ കാര്യമായിട്ട് എനിക്കൊന്നും എന്താ പറയാ, എനിക്ക് കൂടണ പോലെയൊക്കെ തോന്നി. ആൻഡ് ലൈക്ക് ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് കൂടുന്ന പോലെ, എൻ്റെ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമാണ പോലെ തോന്നിയപ്പോൾ ഞാൻ ആ ഗുളിക കഴിക്കൽ നിർത്തി. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പം ഐ വാസ് ടോട്ടലി സിക്ക്. എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പം ഐ ബിക്കം സോ സിക്ക്. ലൈക്ക് ഞാൻ എന്ത് കഴിച്ചാലും, അതായത് കഴിച്ചാലും ഛർദ്ദിക്കാം, എന്താ പറയാ, വയറിളക ഛർദ്ദിക്കാൻ. ഫോർ ദ റെക്കോർഡ് ഞാൻ പറഞ്ഞു, എൻ്റെ ചൈൽഡ്ഹുഡ് നോക്കുമ്പം എനിക്ക് അങ്ങനെ ഒരു അസുഖം പോലും വരാത്ത ഒരു ആളാണ് ഞാൻ. ഓക്കെ, എനിക്ക് ഭയങ്കര ഇമ്മ്യൂണിറ്റിയാണ്. ആകെ ബസ്സിൽ കയറുമ്പം എനിക്ക് ഇത്തിരി വയ്യണം, കാറിൽ കയറുമ്പോഴും. അതല്ലാണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങനെ അസുഖങ്ങളൊന്നും വരാത്ത ഒരാളാണ് ഞാൻ. അപ്പം അതൊരു സിറ്റുവേഷനിൽ ഐ ബിക്കം സോ വീക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഞാൻ ഭയങ്കര ക്ഷീണോ എനിക്ക്. എന്നാലും വെയിറ്റ് ലോസും എൻ്റെ ഒരു 10 കിലോ കുറഞ്ഞു. അപ്പം ആൻഡ് പിന്നെയും വീട്ടിൽ നിന്ന് ആദ്യം ഹോമിയോനെ തന്നെ കാണിച്ചത്. ആൻഡ് ഹോമിയോനെ കണ്ടു കഴിഞ്ഞിട്ടും ഗുളിക എടുത്താലും ഛർദ്ദിക്കന്നെ. അതായത് ഇപ്പം എന്തെങ്കിലും കഴിക്കും ഛർദ്ദിക്കും, വെള്ളം കുടിക്കും ഛർദ്ദിക്കും, ഛർദ്ദിക്കും വയറിളകും. കാരണം എനിക്ക് ഇങ്ങനെ ക്ഷീണമായി കഴിഞ്ഞു. അത് കൂടാണ്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു പാത്രം കഴുകാൻ പോയി, അവിടത്തെ സ്മെല്ല് കിട്ടി അപ്പൊ ഛർദ്ദിക്കും. എനിക്ക് ഭയങ്കര എന്ത് കണ്ടാലും ഛർദ്ദിക്കുക, എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുക. ആകെ എനിക്ക് എന്താ പറയാ, എണീറ്റ് നടക്കാനും പറ്റുന്നില്ല. എനിക്ക് ആകെ ഞാൻ ക്ഷീണിച്ച് കിടക്ക തന്നെ. അപ്പൊ എനിക്ക് ആകെ ഇമോഷണലി എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എൻ്റെ അമ്മയുടെ ഹെൽപ്പ് ഇല്ലാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അത്രയും ഡിപ്പെൻഡൻ്റ് ആയപ്പം എനിക്ക് ആകെ അത് എന്നെ കൂടുതൽ സ്ട്രെസ്ഫുൾ ആക്കി. ആൻഡ് അതായത് എനിക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതെന്നെ ഇമോഷണലി എന്താ പറയാ ഡ്രെയിൻഡ് ആക്കി. 2, ഞാൻ വിചാരിക്കുക, എന്താ എൻ്റെ ബോഡി ഇങ്ങനെ കാണിക്കുന്നത്, ഞാൻ എന്തിനാ ഇങ്ങനെ ഛർദ്ദിക്കുന്നത്, ഞാൻ എന്താ എനിക്ക് ഇങ്ങനെ വരുന്നത്, ഞാൻ ഇനി മരിച്ചു പോവോ? അങ്ങനെ പറയാൻ പാടുമോ എനിക്കറിയില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ, എൻ്റെ ബോഡി എന്തെങ്കിലും കാണിക്കുന്ന വിലയിടായി, അങ്ങനെയാണ് എനിക്ക് തോട്ട്സ് അപ്പോൾ സമയത്ത് വന്നത്. വിലയിടായി, ഞാൻ മരിച്ചു പോവോ, എന്താ എൻ്റെ ബോഡി ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളൊരു ഭയങ്കര ഒരു സ്ട്രെസ്സുമായി. അപ്പം ഹോമിയോന്ന് മാറ്റി അലോപ്പതിക്ക് കൊണ്ടുപോയി. ഓക്കെ, അലോപ്പതി എന്നല്ല പറയാ, ഇംഗ്ലീഷ് ഡോക്ടർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഓക്കെ, ആൻഡ് അവിടെ ചെന്നപ്പം ഞാനാണെങ്കിൽ ഇത് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിട്ടാ. അപ്പം ഗൂഗിളിൽ പലതുമാണ് പറയുന്നത്. ആൻഡ് അതിലെവിടെ ഞാൻ കണ്ടായിരുന്നു ഈ ഇറിറ്റേറ്റബിൾ ബൗൾ സിൻഡ്രോം. പക്ഷെ എനിക്ക് എന്താ പറയാ, എനിക്ക് ആകെ മാനസികമായിട്ട് ഞാൻ ഇല്ലാണ്ടായി പോയടാ. എനിക്ക് ആകെ ഒരു മെന്റലി ഭയങ്കര ഇതായിരുന്നു. ഈ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ആണെങ്കിൽ ഭയങ്കര നല്ലൊരു ഡോക്ടറാണ്. ഓക്കെ, ഈ ഡോക്ടർ എനിക്ക് മറ്റേ സംഭവം കിട്ടും, മറ്റേ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി. കാരണം ഭയങ്കരമായിട്ട് എനിക്ക് ഒരു എനർജി ഇല്ലാണ്ട്, അതാണ്. ഇപ്പം വയറിളകിയാലും എനിക്ക് കുഴപ്പമില്ല, ഛർദ്ദിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ ക്ഷീണമാണത് മെന്റലി ഭയങ്കര ലോ ആക്കും. ആൻഡ് ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ ഫസ്റ്റ് വിസിറ്റ് ചെയ്തപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞ്, ഇത് ഇറിറ്റേറ്റബിൾ ബൗൾ സിൻഡ്രോം ആണ്, ഗുളിക തരാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഗുളിക കഴിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. 2 ദിവസം ഗുളിക കഴിയുമ്പോഴാണ് വരാൻ പറഞ്ഞു. എന്താണ് അടുത്ത പ്രശ്നം? വില്ലൻ ഗുളിക. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പത്തിലൊന്നും എനിക്ക് അങ്ങനെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. ആകെ ഇടയ്ക്കൊക്കെ ഈ ഗ്യാസിന്റെ അസുഖങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു പനി അങ്ങനെ വന്നു. അപ്പൊക്കെ ഞാൻ ഗുളിക കഴിക്കേണ്ട സിറ്റുവേഷൻസ് ഭയങ്കര റെയർ ആണ്. ആൻഡ് ആ സിറ്റുവേഷൻസിലൊക്കെ ഞാൻ ഗുളിക കഴിച്ചേക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുളിക ഇങ്ങനെ പിടിച്ചിട്ട് ലൈക്ക് ഐ ഇമാജിൻ ഈ ഈസോഫാഗസ് ഇല്ലേ, ഈസോഫാഗസിക്ക് ഞാനിങ്ങനെ ഗുളിക ഇടും, എന്നിട്ട് ഈസോഫാഗസ് കൂടെ ഇറങ്ങി. അതാണ് എൻ്റെ ഒരു രീതി. ബട്ട് ദ തിങ് ഈസ്, എനിക്കുള്ള ഗുളിക ഒരു ഇച്ചിരി വലുതായിരുന്നു തോന്നുന്നു. ആൻഡ്
ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഗുളികകൾ കഴിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ 10ാം ക്ലാസ് +1 +2 ഇയർ സെക്കൻഡ് ഇയർ അപ്പം 4 വർഷമായിട്ട് ഞാൻ ഗുളികകൾ കഴിക്കാനിരുന്നിട്ട് എനിക്ക് ഗുളിക കഴിക്കാൻ പറ്റുന്നില്ല. ഒന്ന് എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും, അതൊന്ന്. അതായത് ഞാൻ ഗുളിക ഇടും, ഛർദ്ദിക്കും. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഈ ഈസോഫാഗസിലേക്ക് ഇടാണ് ആൻഡ് അത് ഛർദ്ദിക്കാണ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് അത് എന്നെ സ്ട്രെസ്സാക്കി. അതായത് ഈ ഗുളിക എന്നെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സാക്കി. ഞാൻ വിചാരിക്കും, ഒന്നാമത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഗുളിക കഴിക്കുന്നത് ആൻഡ് അത് ഛർദ്ദിച്ചു പോകുമ്പം എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ഞാൻ ഡ്രെയിൻഡായി എന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമായി. പിന്നെയും ഇത് മാറുന്നില്ല, വയറിളക്കും ഛർദിയും. ആൻഡ് ഫോർ ദ റെക്കോർഡ്, ഈ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, ഐ ജസ്റ്റ് തോട്ട് ഓക്കെ, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീകൾ ഡെയിലി ഛർദ്ദിക്കും, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഇതേപോലെ ആയിരിക്കില്ലേ, ഭക്ഷണം കഴിക്കും ഛർദ്ദിക്കും. ആൻഡ് ഐ ഗെറ്റ് ടു എക്സ്പീരിയൻസ് ലൈക്ക് ആസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇറ്റ്. ആൻഡ് ഐ വാസ് ദിസ് മച്ച് ലൈക്ക് എന്നെ കൊണ്ട് അത് സർവൈവ് ചെയ്യാനും പറ്റില്ല. ഞാൻ വിചാരിച്ചു, ഈ പ്രഗ്നൻ്റ് ആയ ലേഡീസൊക്കെ എന്തോരമായിട്ട് അവർ സഫർ ചെയ്യുന്നേ. ആൻഡ് ഐ തിങ്ക് ഐ ക്യാൻ നെവർ ഡൂ ദാറ്റ് എന്നെനിക്കൊരു റിയലൈസേഷൻ വന്നു. കാരണം ഈ ഛർദിയും വയറിളക്കം അതിനൊക്കെ അത് കൂടാണ്ട് വേറെ എന്തൊക്കെ പെയിൻ, ലെഗ് പെയിൻ, ആ പെയിൻ, ഈ പെയിൻ. ആൻഡ് ഇറ്റ്സ് സോ ഡിഫിക്കൾട്ട്. പ്രഗ്നൻസി ഈസ് സച്ച് എന്താ പറയുക, ഭയങ്കര ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു സംഭവമാണല്ലോ എന്ന് എനിക്കൊരു റിയലൈസേഷൻ എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ വന്നു. ഓക്കെ, അതെനിക്ക് പറയണമെന്ന് തോന്നി. കാരണം എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഛർദ്ദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. ആൻഡ് ഞാൻ അറിയാണ്ട് വന്നതാണ്. പ്രഗ്നൻസി ഇസ് ലൈക്ക് ഐ ചൂസ് ടു ഡൂ ദാറ്റ്. ഐ നെവർ ചൂസ് ടു ഡൂ ദാറ്റ്. ഐ വിൽ നെവർ ചൂസ് ടു ഡൂ ദാറ്റ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ലൈക്ക് എന്താ പറയാ, ഐ വിൽ ബി ദാറ്റ് മച്ച് എന്താ പറയാ, അത്രയും ശക്തിയൊക്കെ ഉള്ളപ്പോഴേ ഐ വിൽ ഡിസൈഡ് ദാറ്റ്. അല്ലെങ്കിൽ ഇറ്റ്സ് എൻ ഓഫ് ഫോർ മീ. ബാക്ക് ടു ഇറ്റ്. അപ്പൊ ഗുളിക വില്ലൻ. അപ്പൊ ഈ ഗുളിക വില്ലനായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യമേ എനിക്ക് ഗുളിക കഴിക്കാനും പറ്റുന്നില്ല, ഗുളിക കഴിച്ചിട്ടും ഛർദ്ദിക്കുക, കഴിച്ചിട്ടും ആ ഗുളികയൊക്കെ കൂടി ഛർദ്ദിക്കാണ്ട് എനിക്കത് തന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡ്രെയിൻ ആക്കി. ആൻഡ് ഞാൻ ആദ്യം എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. കാരണം എനിക്ക് ഗുളിക കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. ലൈക്ക് ഗുളിക കഴിച്ചിട്ടും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ, കാരണം ഗുളിക ഛർദ്ദിച്ചു പോവാണ്. അപ്പം ഞാൻ ആദ്യം ഡോക്ടറെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയപ്പം കാരണം ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഛർദ്ദിക്കുകയാണ്. അപ്പം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പം എനിക്ക് ആകെ വിഷമമായിട്ടാ. ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് പറ്റുന്നില്ല, ഗുളിക കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ മരിച്ചു പോവെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കരയാ ഡോക്ടർ. എനിക്ക് വിഷമം, ഞാൻ മരിച്ചു പോവും, എനിക്ക് പേടിയാവണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കരയാ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇതെന്താണെന്നറിയോ, ഇതൊരു സിൻഡ്രോമാണ്. അപ്പോഴാണ് ഞാൻ ഈ IBSനെ കുറിച്ച് വളരെ ആധികാരികമായി അറിയുന്നത്. അപ്പം ഇതാണ് IBS. എൻ്റെ ഡോക്ടർ പറഞ്ഞതാണ് കേട്ടോ. ഇത് ഒരു ഡിസീസ് അല്ല, ഇതൊരു സിൻഡ്രോമാണ്, ഇതൊരു അവസ്ഥയാണ്. നമുക്ക് ഗ്യാസ് ഇഷ്യൂ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഗ്യാസ് ഇഷ്യൂ ഉള്ളപ്പം ഫുഡ് സ്കിപ്പ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സിൻഡ്രോം വരാം. അതല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളൊക്കെ വരുമ്പം ഇത് അസുഖം വരാം. ചിലപ്പം എക്സാം ഒക്കെ ആയിരുന്നില്ല, അപ്പം ഞാൻ ആ സമയത്ത് എന്താ പറയുക, ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതോ ഈ എക്സാം ഇതൊന്നും എൻ്റെ മനസ്സിലില്ല. എനിക്ക് എൻ്റെ ബോഡി എന്തെങ്ങനെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നെ ഈ ഡോക്ടർ ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, അന്ന് എക്സാമിന്റെ സമയത്ത് സ്ട്രെസ് എടുത്തത്, അന്ന് വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം ഒക്കെ ഞാൻ സ്ട്രെസ് എടുത്തിട്ടുണ്ട് ആ സമയത്ത്. അതൊക്കെ ഞാനിപ്പോൾ ഡോട്ട്സ് എൻ്റെ ഫില്ലായി. അപ്പം എനിക്ക് എന്തോ എൻ്റെ ബോഡി എന്താണെന്ന് അറിയാണ്ട് ഇങ്ങനെ എന്തൊക്കെ കാണിക്കണതല്ല. ഓക്കെ, എനിക്ക് ഇതൊരു അവസ്ഥയാണ്, അല്ലാണ്ട് എൻ്റെ ബോഡിക്ക് ലൈക്ക് ഐ ആം നോട്ട് ഗോയിങ് ടു ഡൈ എന്നെനിക്ക് ഒരു റിലീഫ് വന്നു എനിക്ക്. ഓക്കെ, ഇതൊരു അവസ്ഥയാണ്, ഡോക്ടർ പറഞ്ഞല്ലോ ഇതൊരു അവസ്ഥയാണ്, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇത് വന്നതെന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഓക്കെ, ഒരു സമാധാനമായി. ആൻഡ് ഡോക്ടർ പറഞ്ഞു എനിക്ക് ലൂസ് മോഷനും കോൺസ്റ്റിപ്പേഷനും ഉള്ളതുകൊണ്ട്, ലൈക്ക് രണ്ടും ഒരുമിച്ചുള്ളതുകൊണ്ട് എനിക്ക് ഗുളിക തരാൻ ഭയങ്കരമായിട്ട് ഗുളിക തരാൻ പറ്റത്തില്ല. കാരണം ലൂസ് മോഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഗുളിക തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കോൺസ്റ്റിപ്പേഷനിലേക്ക് അങ്ങ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ റെമഡി, റൈറ്റ്? അപ്പം ഗുളിക അങ്ങനെ ഭയങ്കരമായിട്ട് തരാൻ പറ്റത്തില്ല, ഇത് ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് തന്നെ ഇത് മാറത്തുള്ളൂ. ഇവിടുന്ന് കരഞ്ഞില്ലേ, ഈ കരഞ്ഞപ്പോഴാണ് ഡോക്ടറിനോട് കുറച്ചും കൂടി സംസാരിച്ചത്. എന്താ ഇത്
ഒരു സിൻഡ്രോമാണ്, ഇതിന് ഗുളിക തരാൻ നിനക്ക് പറ്റത്തില്ല, കാരണം നിനക്ക് ഇങ്ങനെ മാറി മാറി വരുന്നോണ്ട് നിനക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഗുളിക തരാൻ പറ്റത്തില്ല, അപ്പൊ നീ ഭക്ഷണം കഴിച്ച് തന്നെ ശരിയാക്കണം. പിന്നെ ഇത് എന്താ പറയാ, ഇത് വലിയൊരു അസുഖമൊന്നും അല്ല, ഇത് ശരിയാവും. ഇത് കുറച്ചും കൂടി എക്സ്ട്രീം ആയി എനിക്കിന്ന്, കാരണം മേ ബി എനിക്കറിയത്തില്ല, എനിക്ക് ഒരു എക്സ്ട്രീം സ്റ്റേജിലായി. അപ്പം പക്ഷെ അത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ശരിയാവും എന്നൊക്കെ പറഞ്ഞു. ഞാനാണെങ്കിൽ അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ആശ്വാസം കിട്ടിയെന്ന് പറഞ്ഞത് അപ്പോഴാണ്. ആൻഡ് ഞാൻ ഈ കരഞ്ഞ് ആ ഹോസ്പിറ്റലിലുള്ള എല്ലാവരും അറിഞ്ഞു ഞാൻ ഈ കരഞ്ഞ കാര്യം. ആൻഡ് ഞാൻ അപ്പുറത്തേക്ക് പോയപ്പോ ഈ നഴ്സുമാരൊക്കെ വന്നിട്ട് പറയാം, അയ്യേ ഇത്ര വലിയ കുട്ടി നിന്നിട്ട് കരയാന്നൊക്കെ. എനിക്കാണെങ്കിൽ വയ്യ, എനിക്കിങ്ങനെ കരയണത് എനിക്ക് ഷെയിംഫുൾ ആയിട്ടുള്ള ആളൊന്നും അല്ല, അതുകൊണ്ട് ഞാൻ എവിടെ വേണമെങ്കിലും കരയും. ഞാൻ ബാത്റൂമിൽ പോയി നോക്കിയപ്പം ഗെസ് വാട്ട്, ഐ ഗോട്ട് മൈ പീരിയഡ്സ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടന്ന് മോങ്ങിയത്, കാരണം ഇറ്റ് വാസ് മൈ പീരിയഡ്സ്. ഐ ബിക്കം ദിസ് മച്ച് ഇമോഷണൽ. ആൻഡ് എനിക്കപ്പോൾ മനസ്സിലായി, ഓക്കെ. എനിക്ക് ഒരു സെക്കൻഡ് വരെ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തിനാ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടന്ന് കരയുന്നത്, എനിക്ക് വല്ല വട്ടാണോ, ഞാൻ എന്തിനാ ഇത്രമാത്രം സ്ട്രെസ് എടുത്ത് കരയുന്നതെന്ന്. ആൻഡ് പീരീഡ്സ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഐ ആം നോർമൽ, ഇറ്റ്സ് നോട്ട് മീ, ഇറ്റ്സ് മൈ പീരിയഡ്സ് ഡൂയിങ് ഓൾ ദിസ് എന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് ദെൻ വീട്ടിലേക്ക് വന്നു. ആൻഡ് അപ്പം എനിക്ക് ആകെ വിഷമമായിട്ടിരിക്കട്ടെ. അപ്പൊ എന്റെ അപ്പുറത്തെ വീട്ടിൽ 2 കുഞ്ഞുകിടാങ്ങളുണ്ട്, ഒരാൾ 5-ല് 3-ല് 4-ല് ഒക്കെ, ഒരാൾ LKG UKG. അപ്പം ഈ LKG ഇപ്പൊ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് ഗുളിക കഴിക്കാനൊന്നും പറ്റുന്നില്ല, എനിക്ക് ആകെ വിഷമമാണ്, നീ എങ്ങനെയാ ഗുളിക കഴിക്കും. ഈ ചെറിയ ആള് ഹോസ്പിറ്റലിൽ, അതിന്റെ അടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ പോയി കിടന്നിട്ടുള്ളൂ, ആൾക്ക് കുറുങ്ങലൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇത് ഗുളിക കഴിക്കാൻ പറ്റുന്നില്ലടാ, നീ എങ്ങനെയാ ഗുളിക കഴിക്കാന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ വെള്ളം ഇങ്ങനെ വായിൽ പിടിച്ചിട്ട് ഗുളിക ഇടും, എന്നിട്ട് അപ്പൊ ഗുളിക തന്നെ ഉള്ളിലേക്ക് പോകുന്നു. അപ്പൊ ഞാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത്ര വർഷമായിട്ട്. അപ്പൊ ഞാൻ അപ്പം അത് ട്രൈ ചെയ്തു. ഓക്കെ, ഞാൻ വെള്ളം വായിൽ പിടിച്ചിട്ട് ഗുളിക ഇടും, ഗുളിക ഉള്ളിലേക്ക് പോയടാ, ഗുളിക ഉള്ളിലേക്ക് പോയി. ലൈക്ക് എനിക്ക് ഒരു എഫേർട്ട് പോലും ഇടണ്ടാവുന്നില്ല, ഗുളിക തന്നെ ഉള്ളിലേക്ക് പോയി. ക്യാൻ യു ബിലീവ് ദാറ്റ്? ലൈക്ക് മേ ബി നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓ എനിക്കിത് ഇപ്പോഴാണോ അറിയുന്നത്, പക്ഷെ ഞാനിത് അപ്പോഴാണ് അറിഞ്ഞത്. ആൻഡ് എൻ്റെ ആ ഒരു ഗുളിക കഴിക്കുന്ന സ്ട്രെസ് പോയി. കാരണം ഇവിടെ ഞാൻ അത് കഴിഞ്ഞിട്ട് അത് ഛർദ്ദിച്ച് കളഞ്ഞാലും ഈ ഗുളിക കഴിക്കണമല്ലോ, എങ്ങനെ കഴിക്കും, ഈ സൊഫാഗസിലേക്ക് ഇടണമല്ലോ, ആ ഒരു സ്ട്രെസ് എൻ്റെ പോയി. ഞാൻ വെള്ളം പിടിക്കും, ഗുളിക എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് പോകും. ആൻഡ് you guys don't know how that made my life easier. ആൻഡ് ഞാൻ ഗുളിക കഴിച്ചു. ഓക്കെ, ആൻഡ് ഗുളിക കഴിച്ച് പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞ പോലെ എനിക്ക് കോൺസ്റ്റിപ്പേഷൻ തുടങ്ങാൻ ആയി. അതായത് ലൂസ് മോഷന്റെ ഗുളികയാണ് കഴിച്ചത്, പിറ്റേ ദിവസം ആയപ്പോഴേക്കും കോൺസ്റ്റിപ്പേഷൻ തുടങ്ങാനായി. അപ്പൊ ഞാൻ ആ ലൂസ് മോഷന്റെ ഗുളിക അവോയ്ഡ് ചെയ്തു. ആൻഡ് പിന്നെ ഗുളിക ഞാൻ ഛർദ്ദിച്ചും പോയില്ല കേട്ടോ. അങ്ങനെ ഗുളിക കഴിച്ചപ്പോൾ പിന്നെ ഛർദ്ദിയൊക്കെ കുറഞ്ഞു. പിന്നെ ഞാൻ പച്ചക്കറികളും തൈരും പച്ചക്കറിയും ഒക്കെ ഡോക്ടർ കഴിക്കാൻ പറഞ്ഞിരുന്നു, അപ്പൊ അതൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കഴിച്ച് ഒരു വിധത്തിൽ അതിങ്ങനെ മാറില്ല, അതിങ്ങനെ മാറിപ്പോവല്ല, അതിങ്ങനെ ഒരുമാതിരി കൺട്രോളായി വന്നു. ആൻഡ് somehow I regained my energy back. എനിക്ക് എൻ്റെ ഒരു എന്താ പറയാ, ഒരു ക്ഷീണമൊക്കെ പോയി. ലൈക്ക് വയറിളകല് കണ്ടിന്യൂ ആണ്. ഓക്കെ, വയറിളകുന്നുണ്ട്, ഇവനത്തെ ഛർദിയുണ്ട്, ബട്ട് ആ ഒരു ക്ഷീണം ഇല്ല. അങ്ങനെയായി. പിന്നെ എന്താ പറയാ, വയറിളക്കം നിന്നു, കോൺസ്റ്റിപ്പേഷൻ ആയി. അപ്പൊ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അഡ്ജസ്റ്റ് ആക്കും, തൈര് കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കും. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ എൻ്റെ ബോഡീനെ തന്നെ ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു, എന്താണ് എൻ്റെ ബോഡി ഇപ്പൊ പറയുന്നത്. അതായത് വയറിളക്കമൊക്കെ ഒരു സമയത്ത് ഇറ്റ് വാസ് സോ സീവിയർ ദാറ്റ് എനിക്ക് അറിയുന്നില്ല ഞാൻ വയറിളകുമെന്ന്. അങ്ങനത്തെ അത്രയും സീവിയർ ആയിരുന്നു ഞാൻ ഇവിടെ ഉള്ളപ്പോ തന്നെ. ആൻഡ് അത്രയും ഞാൻ മെന്റലി സ്ട്രെസ് ആയി. കാരണം എനിക്ക് വിചാരിച്ചു, ഈ അമ്മാമ്മമാരൊക്കെ പറയത്തില്ല, നമുക്ക് വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ പൂപ്പ് പൂന്ന് പറയില്ലേ, അതേപോലെ ഞാൻ അറിയാണ്ട് തന്നെ എന്റെ പൂപ്പ് പോണ്. ആൻഡ് ഇറ്റ് മെയ്ഡ് മീ സോ എന്താ പറയാ, ഭയങ്കര ഇമോഷണൽ ആക്കി എന്നെ. ആൻഡ് ഐ സർവൈവ്ഡ് ഇറ്റ്. ലൈക്ക് ഞാൻ ഇവിടെയായിരുന്നു അപ്പം. ആൻഡ് അത് ഞാൻ ഒറ്റയ്ക്ക് എന്തൊക്കെയൊക്കെയോ വാങ്ങിച്ച് കഴിച്ച്, മറ്റേ ORS അത് ഇതൊക്കെ എങ്ങനെയൊക്കെയോ കൺട്രോൾ ചെയ്തിട്ടാണ് ഞാൻ എങ്ങനെയൊക്കെയോ വീട്ടിലേക്ക് പോയത്. ആൻഡ് അവിടെ പിന്നെ എൻ്റെ അമ്മ അച്ഛനൊക്കെ ഉള്ളപ്പം എനിക്ക് പിന്നെ ഒരു സമാധാനം ഉണ്ട്. ഇവിടെ ഞാൻ വയ്യാണ്ട് കിടന്ന് ഇങ്ങനെ ആരും നോക്കാനാ. ആൻഡ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭയങ്കര സീവിയർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടെയാണ് ഞാൻ കടന്നുപോയത്. ആൻഡ് ഇനി ഞാൻ ഗുളിക കഴിച്ച് പിന്നെ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാൻ നോക്കി, പച്ചക്കറി കഴിച്ച്, തൈര് കഴിച്ച്, ഭക്ഷണം കഴിച്ച്, പിന്നെ സ്ട്രെസ് റിലീഫായിട്ട് ഞാൻ സ്ട്രെസ് എടുക്കാണ്ട് ഒക്കെ എന്താ പറയാ
ഒരു പോസിറ്റീവ് വേയിലൂടെ എല്ലാം കാണാനൊക്കെ ശ്രമിച്ച് ഞാൻ എൻ്റെ തന്നെ എനർജി റീബിൽഡ് ചെയ്ത് ആൻഡ് ഐ വാസ് ലൈക്ക് നോട്ട് ഓക്കെ പക്ഷെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നു. ആൻഡ് ഈ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അപ്പോൾ വേണ്ടാവും. അതായത് ഞാനിപ്പം എനിക്ക് വിശക്കും, പെട്ടെന്ന് വിശക്കും. ആൻഡ് ആ സമയത്ത് ഞാൻ കഴിച്ചില്ലെങ്കിൽ എനിക്ക് അപ്പം ആകെ വയ്യാണ്ടാവും, ആകെ വയ്യാണ്ടാവും. ആൻഡ് ഇഫ് യു റിമെമ്പർ എൻ്റെ ഓണത്തിൻ്റെ വ്ളോഗിൽ കാണാം, ഞാൻ ഇവിടെ വന്നിട്ട് ഓണത്തിൻ്റെ വ്ളോഗിൽ ഞാൻ ആ വ്ളോഗിൽ ആകെ 3 മിനിറ്റ് കണ്ടുള്ള വ്ളോഗ്. കാരണം അവിടെ എത്തി ക്യൂ നിന്ന് വയ്യാണ്ട് എനിക്ക് ആ ഭക്ഷണം അവിടെ എത്തിയപ്പം എനിക്കത് കഴിക്കാനുള്ളത് പോലും ഉള്ളത്. ഞാൻ ആകെ വയ്യാണ്ട് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നപ്പം, അതായത് അമ്പലത്തിൽ നിന്ന് സദ്യ കഴിച്ചപ്പം എനിക്ക് ആകെ വേണ്ട, എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. എന്നിട്ട് അത് പുറത്തു വന്നപ്പം ഊബർ വെയിറ്റ് ചെയ്യാൻ നേരത്തെ ഞാൻ അവിടുത്തെ മെട്രോയിൽ കിടക്കുമായിരുന്നു. ലൈക്ക് ലിറ്ററലി ഞാൻ കിടക്കുമായിരുന്നു. കാരണം എനിക്ക് ആകെ വയ്യാത്തൊരു പോലെയായിരുന്നു. അപ്പം ആൻഡ് അത് പെട്ടെന്നൊന്നും മാറിയില്ല. ഓക്കെ, പക്ഷെ എനിക്കപ്പം എന്ത് മനസ്സിലായി, ഓക്കെ എൻ്റെ ബോഡിയുടെ കണ്ടീഷൻ ഇങ്ങനെയാണ്, എനിക്ക് ഫുഡ് വേണം. ആൻഡ് ഫുഡ് ഇല്ലാത്തൊരു പ്ലേസിലേക്ക് ഞാൻ പോകാനും പാടില്ല. ഇഫ് ഐ എം ഗോയിങ് സംവെയർ ഐ നീഡ് ടു ക്യാരി മൈ ഓൺ ഫുഡ് ആൻഡ് ഐ നീഡ് ടു ലൈക്ക് നോ മൈ ബോഡി. അങ്ങനത്തെ ഒരു ഞാനിപ്പോൾ ഉള്ളതെന്ന് ഞാൻ കുറച്ചും കൂടി എൻ്റെ ബോഡീനെ കുറിച്ച് അവെയറായി. ആൻഡ് ഞാൻ എന്ത് ചെയ്തു, പച്ചക്കറികൾ കൂടുതൽ കഴിക്കാൻ തുടങ്ങി. ഇവിടെ വന്നിട്ടാണെങ്കിലും ഞാൻ മീൽസ് തുടങ്ങി, പച്ചക്കറി കഴിക്കാൻ തുടങ്ങി. അപ്പം ഇത് കഴിച്ചുകൊണ്ട് എൻ്റെ സിറ്റുവേഷൻ മാറുന്നുണ്ടോ, എനിക്ക് വയറിളക്കം ഇല്ലാണ്ടാവുന്നുണ്ടോ? ഇല്ല. പക്ഷെ എന്താ പറയാ, അത് ഇങ്ങനെ എന്താ പറയാ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വരുവാണ്. ഇറ്റ് ഹാപ്പൻസ്, ലൈക്ക് എനിക്ക് വയറിളക്കം വരും, കോൺസ്റ്റിപ്പേഷൻ വരും. പക്ഷെ ഐ നോ മൈ ബോഡി ഇനാവും. എനിക്കറിയാം, ഇപ്പോഴാണ് ഇത് ഉണ്ടാവും, എനിക്ക് ഇപ്പം ഇത് വേണം, എൻ്റെ ബോഡിക്ക് ഇതാണ് വേണ്ടത്. അങ്ങനത്തെ ഒരു ഞാൻ സെൽഫ് അവെയർ ആയിട്ടുള്ളൊരു കണ്ടീഷനിലേക്കായി. എല്ലാ കാര്യം നടക്കുന്നുണ്ട്, പ്ലസ് ഞാൻ സെൽഫ് അവെയർ ആണ്. ഓക്കെ, ഇന്നതൊക്കെയാണ് എൻ്റെ ബോഡിയിൽ നടക്കുന്നതെന്ന്. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ റിലേറ്റ്, ബട്ട് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ് ഐ നോ വാട്ട് ടു ഡു, റൈറ്റ്? എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റും. ആൻഡ് അത് കഴിഞ്ഞ് പതുക്കെ ഈ പച്ചക്കറിയൊക്കെ കഴിച്ച് തൈരൊക്കെ കഴിച്ച്, അതായത് ഇപ്പം ഞാൻ ഇപ്പോഴാണെങ്കിലും ഈ അടുത്താണെങ്കിലും കുറഞ്ഞു വന്നു കേട്ടോ, ഈ കോൺസ്റ്റിപ്പേഷനൊക്കെ കുറഞ്ഞു വന്നു. ഞാൻ ഇപ്പോഴാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴേക്കും എനിക്കറിയാം, ഇത് ഇന്ന് കഴിച്ചിട്ടുണ്ട്, അപ്പം എൻ്റെ വയറിപ്പോൾ കേടാം, അപ്പോഴേ ഞാനൊരു തൈര് വാങ്ങിക്കും. അങ്ങനെ ഞാൻ അതിങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പിന്നെ പഠിച്ചു. അങ്ങനെ പഠിച്ച് ഇപ്പം ഞാനും എൻ്റെ ബോഡിയും തമ്മിൽ വളരെ നല്ലൊരു എന്താ പറയുക കണക്ഷനിലാണ്. അതൊന്ന് തെറ്റിക്കഴിഞ്ഞ് എനിക്ക് അപ്പം വയ്യാണ്ടാവും. പക്ഷെ ഞാൻ അതിങ്ങനെ എന്താ പറയാ, അതൊരു അസുഖമല്ല, അതൊരു സിറ്റുവേഷൻ ആണ്. IBS is not a disease. It is a situation of നമ്മുടെ ബോഡി which we have to handle through എന്താ പറയാ ഫുഡ് കൺട്രോളിങ് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ്. അങ്ങനെ ഞാനപ്പം എന്താ പറയാ മെഡിറ്റേറ്റ് ചെയ്യാനും ബ്രീത്ത് എടുക്കാനും ഇങ്ങനെ ബ്രീത്തൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടൊക്കെ ഞാൻ പിന്നെ എന്താ പറയുക ലെസ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട് കംഫർട്ടിങ് ആയിട്ടുള്ള സീരീസ് കണ്ട് മൂവീസ് കണ്ട് എൻ്റെ മൈൻഡ് ഭയങ്കര കാമാക്കാനൊക്കെ നോക്കി അങ്ങനെ ഞാൻ കൺട്രോൾ ചെയ്തിരുന്നു. ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ആ ഒരു സിറ്റുവേഷൻ ഇല്ല എന്നല്ല, പക്ഷെ ഐ നോ ഹൗ ടു കൺട്രോൾ ഇറ്റ് ആൻഡ് ഐ നോ ഹൗ ടു ഹാൻഡിൽ മൈ ബോഡി. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലായത്? IBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിറ്റേറ്റബിൾ ബൗൾ സിൻഡ്രോം. അതായത് നമ്മുടെ വയറിൽ നമുക്ക് ഗ്യാസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫുഡ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ വരാം. അതല്ലാതെ നമുക്കിപ്പോൾ കൂടുതൽ ഗ്യാസ് ഇഷ്യൂസ് ഉള്ളപ്പോൾ തന്നെയാണെന്ന് തോന്നുന്നു, എൻ്റെ ഡോക്ടർ പറഞ്ഞ കാര്യമാണ് എനിക്കറിയുന്നത്. അപ്പം നമ്മൾ എന്താ പറയുക സ്ട്രെസ് എടുത്തു കഴിഞ്ഞാലും ഇത് ഉണ്ടാവുന്നതാണ്. അപ്പം ഇഫ് യു ആർ already aware of it, I don't think you will see this video. പക്ഷെ even if you see it, I am thankful. Thank you for watching my video. If you are someone who doesn't even know what IBS is, still you watch this video, അപ്പം സംതിങ് എന്താ പറയുക പുതിയത് പഠിക്കാൻ പറ്റിയില്ലേ, സംതിങ് പുതിയത് അറിയാൻ പറ്റിയില്ലേ. അപ്പം ഇതാണ് IBSനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ. അപ്പം ഇതായിരുന്നു എൻ്റെ IBS ജേണി, മൈ IBS ജേണി. അപ്പം ഇപ്പം നിങ്ങൾ IBSൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു യങ് ഏജിലൊക്കെ ആണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ഡോണ്ട് സ്കിപ്പ് മീൽസ്. ഭക്ഷണം ഇപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയറിൽ കാണിച്ച പോലെ ഞാൻ ചിപ്സ് മാത്രം കഴിക്കും, അതൊക്കെ ഭയങ്കര ഡംബസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഫുഡില്ലാണ്ട് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പറ്റുവാണെങ്കിൽ ഡോണ്ട് സ്കിപ്പ് മീൽസ്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക, പറ്റുന്നതൊക്കെ നല്ലത് കഴിക്കാൻ നോക്കുക. ഐ നോ ഗുഡ് ഫുഡ് ഈസ് എക്സ്പെൻസീവ്, പക്ഷെ പറ്റുന്ന പോലെ എന്താ പറയുക നല്ല ഫുഡ് കഴിക്കാൻ നോക്കുക. ആൻഡ് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക ആൻഡ് സ്ട്രെസ് എടുക്കാണ്ടിരിക്കുക. ഓക്കെ, ഡോണ്ട് ടേക്ക് സ്ട്രെസ്, ഈവൻ ദോ ഐ ടേക്ക് സ്ട്രെസ് സംടൈംസ്. പക്ഷെ പറ്റുന്ന പോലെയൊക്കെ നിങ്ങളെ തന്നെ നല്ലപോലെ നോക്കുക, നിങ്ങളുടെ ബോഡിനോട് സംസാരിക്കുക.
അതൊക്കെയാണ്. അപ്പം യു വിൽ ഓവർകം IBS. അപ്പം ഞാൻ ഓവർകം ചെയ്തിട്ടില്ല, പക്ഷെ യു വിൽ എന്താ പറയാ, യു വിൽ റീച്ച് എ പൊസിഷൻ, യു വിൽ റീച്ച് എ ബെറ്റർ പൊസിഷൻ. അത്ര എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഇതിലൊക്കെ തെറ്റുകുറ്റങ്ങളോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ എന്തെങ്കിലും ഒക്കെ എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കമന്റിലിടണേ. ഓക്കെ, ബൈ.